ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് പുതിയ സൂചനകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 24,335 ക്ലോസിംഗ് നൽകിയത്. മിഡ് ക്യാപ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും ഫ്ലാറ്റ്നസ് പ്രകടമായിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.23% ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.09% ഉയർന്നത്. അതേസമയം അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അയയുന്നു എന്നുള്ള സൂചന നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകളൊന്നും വരാത്ത സ്ഥിതിക്ക് മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഫ്ലാറ്റായോ തുടരുകയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സ്ട്രോങ് ബൈയിങ് നടത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു ഫാക്റ്റ് കൂടിയാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ട്രെൻഡ് 5.7%, ഭാരത് ഇലക്ട്രോണിക്സ് 4%, ടെക് മഹീന്ദ്ര 2.29% ഉയർന്നപ്പോൾ ഫാർമ സെക്ടറിലെ സൺ ഫാർമസ്യൂട്ടിക്കൽസ് 2.25% ഇടിയുകയും അൾട്രാടെക് സിമെൻറ്റ് 2%, കോൾ ഇന്ത്യ 2.13% ഇടിഞ്ഞു. സെക്ടോറൽ ഇൻഡെക്സസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT ഇൻഡെക്സ് 1.23% ഉയർന്നു, ഫാർമ 1%-ലേറെ ഇടിഞ്ഞു, നിഫ്റ്റി മെറ്റൽ 0.95%, നിഫ്റ്റി ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയവ ഏകദേശം ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിച്ചാൽ 1365 സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലും 1478 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമായിരുന്നു. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് കൂടി കമ്പനി നടത്തിയിട്ടുണ്ട്. ബജാജ് ഫിനാൻസിൻ്റെ ഓരോ ഷെയറിനും മുകളിൽ 44 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഡിവിഡൻഡ് കൂടാതെ 1:2 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റും 4:1 എന്ന റേഷ്യോയിൽ കമ്പനി ബോണസും പ്രഖ്യാപിച്ചു. 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ബജാജ് ഫിനാൻസിൻ്റെ ഓരോ ഷെയറുകളും 1 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറുകളായി സ്പ്ലിറ്റ് ആവുകയാണ്. പിന്നീട് ഓരോ ഷെയറിനും 4 ഷെയർ എന്ന റേറ്റിൽ ബോണസും ലഭിക്കും. അതായത് ബജാജ് ഫിനാൻസിൻ്റെ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ കോർപ്പറേറ്റ് ആക്ഷനുകൾക്ക് ശേഷം 8 ഷെയറുകളായിരിക്കും ലഭിക്കുക. ഇനി ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അനാലിസിസിലേക്ക് കടക്കാം. ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ്. കമ്പനിയുടെ സ്റ്റാൻഡ് ലോൺ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 16% വർദ്ധിച്ച് 3402 കോടിയിൽ നിന്നും 3940 കോടിയിലേക്കെത്തി. 2024-25 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 4 കമ്പനിയുടെ റവന്യൂ 12,764 കോടിയിൽ നിന്നും 15,808 കോടിയായി മാറി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 11,201 കോടിയിൽ നിന്നും 13,824 കോടിയായി ഉയരുകയും ചെയ്തു. കൺസോളിഡേറ്റഡ് ബേസിസിൽ 2025 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 19% വർദ്ധിച്ച് 3,825 കോടിയിൽ നിന്നും 4,546 കോടിയിലേക്കെത്തി. കൂടാതെ ഈ കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 26% വർദ്ധിച്ച് 4,16,661 കോടിയായി എത്തി. ഇനി കമ്പനിയുടെ ഗ്രോസ് NPA 0.96%, നെറ്റ് NPA 0.44%. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 44 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്.